വാർത്തയോട് പ്രതികരിക്കാൻ മാധ്യമപ്രവർത്തകൻ PM നാരായണൻ ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സർ. ഈ സംഘർഷം സാഹചര്യം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഈ ഗൾഫ് മേഖലയാണ് പ്രത്യേകമായും ഇത് ബാധിച്ചിരുന്നത്. കൂടുതൽ നമുക്കറിയാം, ഒരുപാട് പ്രവാസികൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകളൊക്കെ പ്രവാസ ലോകത്തുള്ളതാണ്. ഇവരെയൊക്കെ നമുക്കൊരു ഭീഷണി ആവുകയാണ് ഈ ആക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. മരണത്തിൻ്റെയൊക്കെ കണക്കുകളൊക്കെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകിസ്ഥാൻ അതിൻ്റെ ഇടയ്ക്കൊരു ഇടപെടുന്നുണ്ട്, ഒരു സമവായത്തിലേക്ക് എത്തുന്നുണ്ട് എന്നൊക്കെ ഒരു സൂചനകളൊക്കെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്താണ് നമ്മൾ കരുതേണ്ടത്? ഈ ഒരു യുദ്ധ സാഹചര്യം ഇനിയും കുറച്ചു കാലം കൂടി പോകും എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴും യുദ്ധത്തിന്റെ തീവ്രത കുറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. യുദ്ധത്തിന്റെ ഒരു തീവ്രത കുറയ്ക്കാൻ വേണ്ടിയുള്ള 2 ചർച്ചകൾ നടന്ന് അതിൽ അമേരിക്ക മുന്നോട്ട് വെച്ച 15 ഇന പരിപാടി ഇറാൻ റിജക്റ്റ് ചെയ്യുകയുണ്ടായത്. അതോടെ ആ അതിലടഞ്ഞു. അതിന് പകരം ഇറാൻ തന്നെ മുന്നോട്ട് വെച്ച ഒരു 5 ഇന പദ്ധതിയുണ്ട്. അത് അമേരിക്കയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സീസ് ഫയറിന് അല്ലെങ്കിൽ വെടിനിർത്തലിനുള്ള 2 ഭാഗത്തു നിന്നുള്ള നീക്കം, ഈ ചർച്ചകളിലൂടെയുള്ള വെടിനിർത്തൽ നീക്കം തൽക്കാലം നടക്കുന്നില്ല എന്ന് വേണം കരുതാൻ. അതിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇപ്പോൾ യുദ്ധത്തിന്റെ തുടർച്ച കാണാൻ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോൾ യുദ്ധത്തിന്റെ തീവ്രത കുറയുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് അബുദാബിയിലെ 2 സിവിലിയൻസ് ഈ മിസൈൽ അറ്റാക്കിലല്ല, മിസൈലിന്റെ ഡെബ്രി തലയിൽ വീണ് അല്ലെങ്കിൽ മേലും അദ്ദേഹത്തെ മരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതായത് സിവിലിയൻ മേഖലയിൽ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ ആ രാജ്യങ്ങൾക്കും പ്രതികരിക്കാതിരിക്കാനാവാത്ത ഒരു സന്ദർഭം വരാനുള്ളതും ഒരു സാധ്യതയാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ യുദ്ധം ഒരു അയവിലേക്കല്ല പോകുന്നത്, കൂടുതൽ കടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ അമേരിക്കയുടെ ഇത്രയും ഉണ്ടായിരുന്ന മിസൈൽ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അമേരിക്ക ഗ്രൗണ്ട് ഇൻവേഷനും തുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ അമേരിക്കയിൽ വരുന്നത്. പ്രത്യേകിച്ചും ഈ ഖാർഗ് ദ്വീപ്, അതായത് ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാന്റെ അധീനതയിലുള്ള ഒരു ദ്വീപാണ് ഖാർഗ് ദ്വീപ്. അവിടെ നിന്നാണ് ഇറാന്റെ ഈ ഓയിൽ എക്സ്പോർട്ട് മുഴുവൻ നടക്കുന്നത്. ആ ഖാർഗ് ദ്വീപിനെ പട്ടാളം ഉപയോഗിച്ച് പിടിച്ചടക്കാനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ യുദ്ധം മറ്റൊരു രീതിയിലേക്ക് വഴിതിരിയാനുള്ള സാധ്യത ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ അബുദാബിയിലാണ് ഈ ആക്രമണം ഉണ്ടാവുന്നതും ഒപ്പം തന്നെ മരണം റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നത്. മറ്റ് ഗൾഫ് മേഖലകളൊക്കെ നമുക്കറിയുന്ന പോലെ നേരത്തെ ഇറാനെതിരെയൊക്കെ രംഗത്ത് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ മറ്റ് ഗൾഫ് മേഖലകൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ ഒരു നിലപാട്, അത് ഈ ഒരു യുദ്ധത്തിനെ എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ളൊരു കാരണമായിട്ട് നമുക്ക് കരുതാൻ കഴിയുമോ? ഈ ഗൾഫ് മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും ഈ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഡയറക്റ്റ് ഉള്ള മിസൈൽ അറ്റാക്ക് അല്ല വരുന്നത്. പക്ഷേ ഈ ഇറാനിൽ നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് പോകുന്ന മിസൈലുകൾ തടഞ്ഞിടുമ്പോൾ അത് പൊട്ടി ചിതറി വീഴുന്ന അവശിഷ്ടങ്ങളിൽ കുടുങ്ങിയാണ് ആളുകൾ മരിക്കുന്നത്. ഇത് ആണ് ഇപ്പോൾ കുവൈറ്റിന്റെ എയർപോർട്ടിലും ഇതേ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റ് അറബ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു തരത്തിൽ ഇവരെ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണെങ്കിൽ സംഗതികൾ കൂടുതൽ സങ്കീർണമാവാനുള്ള സാധ്യത. പക്ഷെ ഈ അറബ് മേഖല ഇത്രയും കാലം വളരെ സമ്മേളനത്തോടു കൂടിയാണ് പെരുമാറിയിട്ടുണ്ട് ഉള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ അറബ് മേഖലയിൽ നിന്നും വലിയ രീതിയിലുള്ള റിയാക്ഷൻ ഇപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതിന് വേറൊരു കാരണങ്ങളുമുണ്ട്. കാരണം അമേരിക്കയുടെ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഇൻഫ്ലുവൻസും അതേപോലെ സുരക്ഷയ്ക്കുള്ള ഇൻഫ്ലുവൻസും. അറബ് മേഖലയിലെ എല്ലാ അമേരിക്കയ്ക്ക് ഒട്ടനവധി താവളങ്ങളുണ്ട്, അതായത് മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ഒട്ടനവധിയുണ്ട്. അതായത് ആ മേഖലയുടെ സുരക്ഷ എന്നത് അമേരിക്കയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അറബ് മേഖല നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് ഇടപെടുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഖാർഗ് ദ്വീപിൽ അമേരിക്കൻ പട്ടാളം കടന്നു കയറുകയാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അവർക്കെതിരെയുള്ള ആക്രമണം ഇറാനിൽ നിന്നും ശക്തമായി വരികയാണ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ന രീതിയിൽ ഈ മേഖലയിലെ പട്ടാള കേന്ദ്രങ്ങളിൽ നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കാനും ഒരു കാരണമായി തീരും.
ഒരു കാര്യം കൂടി, അതായത് നമുക്കറിയാം ട്രംപിന്റെ ഒരു പ്രതികരണമൊക്കെ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് വന്നതാണ്. വെടിനിർത്തലിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നു, ഇറാനുമായി ചർച്ച നടക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നാൽ അത് ഇറാൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ചർച്ചയും നിലവിൽ നടന്നിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറുമല്ല എന്നുള്ള കാര്യം കൂടി ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ ലഭ്യമാകുന്നത്? ഇത് ഈ യുദ്ധത്തിനെ കൂടുതൽ ആക്കം കൂട്ടുന്നതിന് വേണ്ടി മാത്രമേ സഹായിക്കുകയുള്ളൂ? ഏതെങ്കിലും തരത്തിൽ അമേരിക്ക പിൻവാങ്ങുമ്പോൾ ഇസ്രയേലോ ഇറാനോ പിൻവാങ്ങാനുള്ളൊരു സാധ്യത ഇതിൽ ട്രംപ് കാണുന്നുണ്ടോ? ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഒരു കോൺട്രഡിക്ഷൻ എന്നത് യുദ്ധം മിലിറ്ററി യുദ്ധമാണെങ്കിൽ, അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള മിലിറ്ററി യുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഒരു മേൽക്കൈയുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഈ യുദ്ധത്തെ ഒരു മിലിറ്ററി യുദ്ധം എന്നതിൽ നിന്നും മാറ്റി ഒരു സാമ്പത്തിക യുദ്ധമായിട്ടും ലോകത്തിന്റെ തന്നെ ഊർജ്ജ സുരക്ഷയ്ക്ക് മേലുള്ള യുദ്ധമായിട്ടും വഴി തിരിച്ചുവിടാൻ ഇറാന് സാധിച്ചു എന്നുള്ളതാണ് ഇറാന്റെ ഒരു സ്ട്രാറ്റജിക് വിജയമായി നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയ്ക്കും അമേരിക്കയുടെ സഖ്യങ്ങളുടെ യൂറോപ്പും മറ്റ് ലോകത്തിന്റെ മറ്റ് അനവധി രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള എനർജി ക്രൈസിസിലേക്ക് നീങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ആവശ്യപ്പെട്ടപ്പോൾ പോലും യൂറോപ്യൻ യൂണിയനോ മറ്റ് രാജ്യങ്ങളോ ഈ യുദ്ധത്തിലേക്ക് വരാൻ യാതൊരു താല്പര്യവും കാണിക്കാതിരുന്നത്. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് തൽക്കാലം നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാമെന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം ഇറാൻ അമേരിക്കയെ യാതൊരു തരത്തിലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ടാണ് ഒരു 5 പരിപാടി അവർ മുന്നോട്ട് വെച്ചത്. ഇത് അമേരിക്ക സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം നിർത്താൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. പക്ഷേ ഈ പദ്ധതി ഒരിക്കലും അമേരിക്ക സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. ഇത് മാത്രമല്ല, നമ്മൾ 2015-20 കൊല്ലത്തെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അമേരിക്ക പലതരത്തിലുള്ള എഗ്രിമെന്റുകളും ഇറാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 2015 ബരാക് ഒബാമ ഉണ്ടാക്കിയ എഗ്രിമെന്റ് ഉണ്ട്, അതിനുശേഷം 2011 എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ എഗ്രിമെന്റുകളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇറാനുമേൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇറാൻ ആവശ്യപ്പെടുന്നത് ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവരുത്. മാത്രമല്ല, ഹോർമസ് കടലിന്റെ ഇതിന്റെ പരമാധികാരം ഞങ്ങൾക്ക് തരണം. ഇത്തരത്തിലുള്ള ഒരു 5 ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അത് തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമാവണമെന്നില്ല. ഇതാണ് ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. പക്ഷേ ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലോകം മുഴുവൻ ഒരു തരത്തിലുള്ള ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ അത് അമേരിക്കയുടെ വളർച്ചയെ ബാധിക്കും, ഇന്ത്യയുടെയും യൂറോപ്പിന്റെയും എല്ലാ രാജ്യങ്ങളുടെയും വളർച്ചയെ ബാധിക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമില്ല. കാരണം കഴിഞ്ഞ 14 വർഷമായിട്ട് ഉപരോധത്തിന്റെ അടിപ്പെട്ട് കിടന്ന ഒരു രാജ്യമാണിത്. പക്ഷെ ലോകം ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കടന്നു കയറുമ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തരത്തിലുള്ള നെഗോസിയേഷന്റെ ഭാഷ സംസാരിക്കാൻ ട്രംപ് തയ്യാറാവുന്നത്. ശരി, വളരെ നന്ദി നാരായണൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.